ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഹരി ഓം. ശ്രീ സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുദിനം നേരുന്നു. 20-21 ശ്ലോകങ്ങളാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. 20ാമത്തെ ശ്ലോകം അർത്ഥം പറഞ്ഞ് പെട്ടെന്ന് ഓടിച്ചു പോയി വിട്ടിട്ടുണ്ട്. 21 വന്നില്ല. ഇപ്പോൾ 21 ഞാൻ പറയാൻ പോകുന്നത്. 21ാമത്തെ ശ്ലോകം. തടില്ലേഖാതന്വീം തപനശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്ത പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം. ഇവിടെ തടില്ലേഖാ തന്വീം തപന ശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാം അപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തഃ ദദതി പരമാഹ്ലാദലഹരി. ഇതാണ് വാക്കുകൾ. ഇവിടെ തടിത്ത് എന്ന് പറഞ്ഞാൽ മിന്നൽ, ലേഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിന്നൽ കൊടി, തന്വി തനു ശരീരം. അപ്പോൾ മിന്നൽക്കൊടി പോലെ സൂക്ഷ്മമായതും തേജോരൂപമായും ക്ഷണകാന്തിയോടുകൂടിയതും. ക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നല്ല സൗന്ദര്യമുള്ള, പെട്ടെന്ന് ഇപ്പോൾ തനു ശരീരം ക്ഷണനേരാണ്, ക്ഷണകാന്തിയാണ് അത്. അങ്ങനെയുള്ള ശരീരത്തോടു കൂടിയവളും തപന ശശി വൈശ്വാനരമയി. തപനൻ സൂര്യൻ, ശശി ചന്ദ്രൻ, വൈശ്വാനരൻ അഗ്നി. അപ്പോൾ സൂര്യ ചന്ദ്രാഗ്നി രൂപിണി ആയവൾ. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. വൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അപ്പം ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അഗ്നിയുടെയും സ്വരൂപമായി ഇരിക്കുന്നവളും നിഷണ്ണം എന്ന് പറഞ്ഞാൽ ഇരിക്കുക. നിഷണ്ണം നിതരാം ഷണ്ണം. ഷണ്ണം എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പോൾ ഇരിക്കുന്ന ഷണ്ണാം അപ്യുപരി കമലാനാം. ഇവിടുത്തെ രണ്ടാമത്തെ ആ ഷണ്ണ എന്ന് പറഞ്ഞത് ഷഡ്, 6 അപ്യുപരി കമലാനാം. നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ മൂലാധാരം മുതൽ 6 ആധാരങ്ങളെ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ തുടങ്ങിയ ചക്രങ്ങൾ, 6 ചക്രങ്ങളെ ലളിതാ സഹസ്രാമത്തിൽ വിശദീകരിച്ച് പഠിച്ചതാണ്. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപ്പൂരക ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം. ഈ 6 ആധാരങ്ങളും കടന്ന് അപ്യുപരി അതിൻ്റെയൊക്കെ മുകളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് 3 ഗ്രന്ഥികളെയും കൂടി എടുക്കാം. അപ്പോൾ 6 ഷഡാധാരങ്ങളും 6 ആധാരങ്ങളും 3 ഗ്രന്ഥികൾ, ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, 3 ഗ്രന്ഥികളും ഉൾപ്പെടുന്ന അതാണ് അപ്യുപരി കമലാനാം. ഇതെല്ലാം ഓരോ കമലമായിട്ട്, താമരയായിട്ട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ 6 ചക്രങ്ങളും 3 ഗ്രന്ഥികളും ആയിട്ടിരിക്കുന്ന നിന്തിരുവടിയുടെ തവ കലാം, അങ്ങയുടെ അല്ലെങ്കിൽ ദേവിയുടെ മഹാപത്മാടവി. ഇതെല്ലാം പത്മമായിട്ട് നോക്കുമ്പോൾ ഒരടവി, ഒരു വനമായിട്ട് നമുക്കെടുക്കാം, ഒരു ഉദ്യാനം പോലെ. അപ്പോൾ മൂലാധാര മുതലായ 6 ആധാര പത്മങ്ങളുടെയും ഉപരിഭാഗത്തിൽ എന്നർത്ഥം. പിന്നെ തവ കലാം മഹാപത്മാടവി എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ സദാഖ്യായ ബിന്ദു ബൈന്ധവ കല എന്ന് പറഞ്ഞാൽ ബിന്ദുവിനെ സംബന്ധിച്ച ബൈന്ധവി കലയെ, സഹസ്രാരദള പത്മത്തിൽ എന്നർത്ഥം. പത്മത്തിൽ മൃദിതമലമായേന മനസ്സ. മൃദിതം മരിക്കപ്പെട്ടത് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട
മലം മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്. എന്തൊക്കെ അഴുക്കാ നമ്മളുടെ ശരീരത്തിലുള്ളത്? അത് അതായത് കാമക്രോധാദി പല 4 പുരുഷാർത്ഥങ്ങളും, പിന്നെ ജ്ഞാനം, അജ്ഞാനം, അറിവില്ലായ്മ, ഇതൊക്കെയാണ് മലങ്ങൾ നമ്മളിലുള്ളത്, അഴുക്കുകൾ. അതിനെയൊക്കെ മൃദിതം ചെയ്തു എന്ന് പറഞ്ഞാലോ, നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശുദ്ധമായ മനസ്സുകൊണ്ടെന്നർത്ഥം. ശുദ്ധമായ മനസ്സുകൊണ്ട് മഹാന്തന്മാരെ മഹാത്മാക്കൾ ധരിക്കുന്നു. എന്നിട്ട് ദേവിയെ, അപ്പോൾ ദേവിയെ ഇങ്ങനെയുള്ള രൂപത്തിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ചാൽ, ഇവിടെ ധരിക്കുകയല്ല ധ്യാനിക്കുന്നവർക്ക് അളവില്ലാത്ത പരമാനന്ദത്തെ നൽകുന്നു എന്നർത്ഥം. അപ്പോൾ അർത്ഥം എന്താണ്? അല്ലയോ ഇവിടെ പരമാഹ്ലാദലഹരി, ആനന്ദലഹരിയെ ലഭിക്കുന്നു. അല്ലയോ മഹാത്രിപുരസുന്ദരി, മിന്നൽ കൊടി പോലെ സൗന്ദര്യവതിയായും തേജോരൂപിണിയായും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അഗ്നിയുടെയും രൂപമായി മൂലാധാരം മുതലുള്ള 6 ആധാരപത്മങ്ങളുടെയും ഉപരിഭാഗങ്ങൾ, അതായത് സഹസ്രാരദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ ബിന്ദു കലയെ, അതായത് സദാഖ്യായായ ബൈന്ധവീ കലയെ നശിപ്പിക്കപ്പെട്ട കാമക്രോധാദികളുടെയും അജ്ഞാനത്തോടും കൂടിയ, അതായത് പരിശുദ്ധമായ മനസ്സുകൊണ്ട് ഏത് മഹാത്മാക്കളാണോ പൂജിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത് അവർക്ക് അളവില്ലാത്ത ആനന്ദത്തെ നൽകുന്നു എന്നർത്ഥം. ഇപ്പം ശിവശക്തി രൂപമായ 26 തത്വത്തെ കൊണ്ടാണ് നമ്മൾ ഈ ലോകമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബൈന്ധവീകല എന്ന് പറയുന്നത് മൂലാധാരങ്ങളും 3 ഗ്രന്ഥികളും കൂടിയ അതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രൂപത്തിൽ ദേവിയെ ധ്യാനിച്ചാൽ എല്ലാവിധ ആനന്ദങ്ങളും ഉണ്ടാകുന്നു എന്നർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകമായിട്ട് വരുന്നതുവരെ ഹരി ഓം നാരായണ, അമ്മേ നാരായണ.